Hi friends, Versace Heroes Eau perfume. ഒരു പെർഫ്യൂം കോൺസെൻട്രേഷൻ വരുന്ന പെർഫ്യൂമാണിത്. ഇതിൻ്റെ തന്നെ അവിടെ ടോയ്ലറ്റ് വേർഷൻ ഉണ്ട്. ഇത് 2021 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. മേഡ് ഇൻ ഇറ്റലിയാണ് വരുന്നത്. ബെസ്റ്റ് ക്ലബിംഗ് നൈറ്റ് ഫ്രാഗ്രൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ നോട്ട് വരുന്നത് ടോപ്പ് നോട്ടായിട്ട് വരുന്നത് മിൻറ്റ് ലെമൺ, മിഡിൽ നോട്ടായിട്ട് ഗ്രീൻ ആപ്പിൾ ജെറാനിയം, ബേസ് നോട്ടായിട്ട് വരുന്നത് ആംബർ ടോക്കംബീൻ. ബട്ട് എനിക്ക് ഈ പെർഫ്യൂം സ്മെൽ ചെയ്തിട്ട് ഫസ്റ്റ് സ്നിഫിൽ കിട്ടുന്നത് മിൻറ്റും ലെമണുമാണ്. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ, ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കിട്ടുന്ന സ്മെല്ലെന്ന് പറഞ്ഞാൽ ഈ നോട്ടൊന്നല്ല കിട്ടുന്നത്, പെർഫെക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു വാനില നോട്ടാണ്. അത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡായിട്ട് വാനില ബ്ലെൻഡായിട്ട് കിട്ടുന്ന സ്മെല്ലാണ് വരുന്നത്. നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, വാനില നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എഡിറ്റ് വേർഷൻ, അവിടെ ടോയ്ലറ്റ് വേർഷൻ ഉപയോഗിച്ചിട്ടുണ്ട് മുമ്പ്. ബട്ട് ആ പെർഫ്യൂം എനിക്ക് വാനില ബ്ലെൻഡ് ചെയ്തത് നന്നായിട്ട് തോന്നിയിട്ടില്ല, വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ഇത് പെർഫ്യൂം വേർഷൻ നോക്കുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ അവിടെ ടോയ്ലറ്റ് വേർഷൻ ഉണ്ട്. 2012 ലോഞ്ച് ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ്. അതൊന്നുകൂടി യൂത്തന്മാർക്ക് പറ്റിയിട്ടുള്ള പെർഫ്യൂമാണ് അവിടെ ടോയ്ലറ്റ്. ബട്ട് ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള നോട്ടാണത്. ഗേൾസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു നോട്ടാണിത്, വാനില ഫ്രാഗ്രൻസ്. പൊതുവേ ഗേൾസിന് വാനില ഫ്രാഗ്രൻസ് ഒന്ന് കൂടുതൽ ഇഷ്ടമായിട്ടുള്ള പെർഫ്യൂമാണ്. അധികം ഗേൾസ് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ് വാനില. ഇത് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് കിട്ടുന്ന പെർഫ്യൂമാണ്. തീർച്ചയായിട്ടും കോംപ്ലിമെൻറ്റ് കിട്ടും. എനിക്കൊരുപാട് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ലോഞ്ചിവിറ്റി ഉണ്ട്. അവിടെ ടോയ്ലറ്റിനേക്കാളും എഡിറ്റിനേക്കാളും EDPക്ക് ലോഞ്ചിവിറ്റി ഉണ്ട്. അതിനും ലോഞ്ചിവിറ്റി ഉണ്ട്. ബട്ട് അതിനേക്കാളും 3-4 മണിക്കൂർ ലോഞ്ചിവിറ്റി കിട്ടുന്നുണ്ട് പെർഫ്യൂം വേർഷൻ. ഈ പെർഫ്യൂം നൈറ്റ് ക്ലബിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. നൈറ്റ് യൂസ് ചെയ്യായിരിക്കും ഒന്നുകൂടി പ്രൊജക്ഷൻ കൂടുക, നൈറ്റിൽ യൂസ് ചെയ്യുമ്പോഴായിരിക്കും. പെർഫ്യൂമിനെ പറ്റി ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും പെർഫ്യൂം ലവർ കളക്ടറൊക്കെ എന്തായാലും അവരെ കളക്ഷനിൽ ആഡ് ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. മസ്റ്റ് ബൈ ആണത്. ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. മിഡ് റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ സജഷൻ കമൻ്റായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഇപ്പോൾ നമുക്ക് വരാൻ കഴിയും. ഇത് ഏകദേശം ഒരു 12-13 മണിക്കൂറോളം ലോഞ്ചിവിറ്റി കിട്ടും. ഇതിനേക്കാളും 1-2 മണിക്കൂർ മറ്റേ പെർഫ്യൂമിന് കുറവായിരിക്കും ടോയ്ലറ്റ് വേർഷൻ. ബട്ട് ഇതിന് നന്നായിട്ട് കിട്ടും. സീരിയസ് ആയിട്ടുള്ള നോട്ടാണത്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ സജഷൻ അറിയിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ മാറ്റം വരുത്താൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.